മലപ്പുറം LPSAയിൽ 161 റാങ്ക് നേടിയ സബ്ന മാമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ചോദിച്ചറിയാം മാമിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാം, എങ്ങനെയായിരുന്നു എയ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എയ്സിൽ ഞാൻ മുമ്പ് ഒരു 8 വർഷം മുമ്പ് ടെറ്റിൻ്റെ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫസ്റ്റ് ടൈം ടെറ്റ് വന്നപ്പോൾ തന്നെ എനിക്കതിൽ പാസ്സാകാൻ കഴിഞ്ഞു. പഠന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു? അതുപോലെ എയ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകളും അധ്യാപകരൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാമിനെ? എയ്സിലെ ക്ലാസ്സും എയ്സിലെ സ്റ്റഡി മെറ്റീരിയൽസും വെച്ചിട്ട് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചെറിയ ചെറിയ ബുക്ക്ലെറ്റുകൾ അത് നമുക്ക് കാണുമ്പോഴും പെട്ടെന്ന് പഠിക്കാൻ തോന്നും. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വേറെ ക്ലാസ്സുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് മാത്രം കണ്ടിട്ടാണ് പഠിച്ചത്. പിന്നെ അവരുടെ മോട്ടിവേഷൻ ക്ലാസ്, അതാണ് എടുത്ത് പറയാനുള്ളത്. ഇന്നെയൊക്കെ പ്രൊമോട്ട് ചെയ്തത് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്. ശരി, ഈ ഒരു PSCയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾസോ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ തന്നെ വളരെ ഒരു പ്രയാസപ്പെട്ടൊരു സന്ദർഭത്തിലാണ് ഞാൻ PSC കോച്ചിങ്ങിന് ചേരുന്നത്. കാരണം 2 കുട്ടികളാണ്, അവരെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇരുന്നിട്ടാണ് പഠിക്കാനും തുടങ്ങിയത്. ആ കോവിഡ് സമയത്തൊക്കെ പിന്നെ ഫുൾ പഠനം മാത്രമായിരുന്നു. ഇപ്പോൾ ഈ PSC കിട്ടിക്കഴിഞ്ഞപ്പോൾ ലൈഫും സെറ്റായി, ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും തീർന്നു, ഇപ്പോൾ ജോലിയായി, ഫുൾ ഹാപ്പിയാണ്.